ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗെയിമർ ജൂനിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് ഗൈസ്. സോ നമ്മൾ കുറേ നാളായി, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ലാസ്റ്റായിട്ട് മൈൻക്രാഫ്റ്റ് കളിച്ചത്. എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടായിരുന്നു ഗൈസ് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് അങ്ങനെ വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്ത് കയറ്റിയതല്ല, അല്ലാണ്ട് ഗൂഗിൾ വഴി കയറ്റിയതാണ്, അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പോൾ 2-3 ദിവസം ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് കയറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വില്ലേജിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാനിപ്പോൾ കറൻലി. ഓക്കെ, ഇപ്പോൾ ഇതിൽ കുറേ മോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ ഗൈസ്, അതിൽ ഞാനിപ്പോൾ വില്ലേജിലാണ് താമസിക്കുന്നത്. പിന്നെ ഈസിയാണ് കിട്ടിയേക്കണം. പിന്നെ ഇത് നമ്മൾ ഒരു വില്ലേജിലൊരു വീട് എടുത്തിട്ടുണ്ട്. നമ്മങ്ങനെ വീടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ഞാൻ വെച്ചതാണ് ഗൈസ്. പിന്നെ ചെസ്റ്റ്, ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട് ചെസ്റ്റിൽ. ഇതിലുണ്ട് ഗൈസ് സാധനങ്ങൾ. ഓക്കെ, ഗൈസ് ഇതിലില്ലേ എന്താണ് എല്ലാ സാധനവും കയറ്റി വെക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കണമെന്നാണെന്നറിയില്ലല്ലോ ഗൈസ് എനിക്ക്. അതാണ് വേറൊരു സീൻ. അങ്ങനെ എടുക്കണ്ടേന്ന് എനിക്കറിയില്ല. അയ്യോ, ഇപ്പോൾ പണിയാവോ? ഓ, ഇങ്ങനെ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇപ്പം മനസ്സിലായി ഗൈസ് എങ്ങനെ ആക്കണ്ടേന്ന്. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ ഒരു ചെസ്റ്റ് തുറന്നായിരുന്നു ഗൈസ്. ഏത് ചെസ്റ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമുക്ക് ഗോൾഡും ഒരു ഡയമണ്ടൊക്കെ കിട്ടി. ഇതിവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ആ ചെസ്റ്റ് തുറന്നപ്പോഴാണ് കിട്ടിയത്. ഇവിടുത്തെ ഈ നെതർ പോർട്ടലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഈ ചെസ്റ്റ് തുറന്നപ്പോഴാണ് ഇത് കിട്ടിയത്, ആ മറ്റേ ഈ ഡയമണ്ടും സംഭവങ്ങളൊക്കെ. ഇവിടെ ലാഭമായിരുന്നു ഗൈസ്. നമുക്കൊരു തൊട്ട് ഈ നെതർ പോർട്ടലൊന്ന് ശരിയാക്കണം. പിന്നെ ഞാൻ ഈ അയൺ കിട്ടിയായിരുന്നു, അവിടെ നിന്ന് അയൺ ഷീൽഡ് എടുത്ത്. പിന്നെ ഗൈസ് ഞാൻ ഈ വീഡിയോ അധികം ലോങ് ആക്കൂല, കാരണം എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, കാരണം ഇപ്പോൾ ഈ ഒരു വില്ലേജിലാണിപ്പോൾ. പിന്നെ ഇവിടെ ഒരു കേവ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാട്ടിയിട്ട് ഞാൻ പോകുന്നത് ഇപ്പോൾ രാത്രിയാറ്. അങ്ങനെ ജസ്റ്റ് ഫുഡൊന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഹെൽത്ത് ഫുള്ളാവും. വില്ലേജേഴ്സ് ഒന്നും വേണമല്ല, ഞാനും കൂടി കിടന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ചെറിയ പയ്യന്നിട്ടുണ്ട് ഗൈസ്. അയ്യോ, അങ്ങനെ അടിക്കാനില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഇത് കണ്ടോ ഗൈസ്, ഇത് ഈ ഒരു ഫാം പോലത്തെ സംഭവം ഉണ്ടാക്കിയിരിക്കണം. ഇത് ഫസ്റ്റ് ഈ സാധനം ഭയങ്കര ചെറുതായിരുന്നു, അപ്പോൾ ഞാൻ ഇതിലൂടെ വലുതാക്കിയതായിരുന്നു. ഫസ്റ്റ് ഇത് ഈ സൈഡ് മാത്രമേ ഉണ്ടായുള്ളൂ ഇവിടെ ഈ ഫാമിലി. എന്നിട്ട് ഞാൻ വലുതാക്കി. പിന്നെ ഇവിടെ ഷീപ്പിനെ ഇട്ട്, കൗവിനെ ഇട്ട്. ഷീപ്പിനൊരു മറ്റേ ഗ്രേ കളറിലെ ഷീപ്പിന് ഇട്ടപ്പോൾ തന്നെ അടി കുഞ്ഞായി, അതാണ് ഈ ബ്ലാക്ക്. പിന്നെ കുറേ വൈറ്റ് ഷീപ്പിനെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ മരമൊക്കെ മുറിക്കാൻ പോയത് അറ്റം വരെ പോകണം ഗൈസ്, ഇതാണ് ഇത്തിരി പണി. അതുകൊണ്ട് മരമൊക്കെ ഇത്തിരി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ താമസിക്കുന്നത് ഈ ഒരു വലിയൊരു വീട്ടിലാണ്. ഒരു അടയാളം പോലെ വെച്ചിട്ടുണ്ട് ഗൈസ്. അടയാളം ആയിട്ട് ഇതാ ചെയ്യണം. പിന്നെ അതായത് ഇവിടുത്തെ ഇത് ഞാൻ കളഞ്ഞു ഗൈസ്, ഈ സ്റ്റോൺ ഒരു പണി കൊടുക്കാൻ വിചാരിച്ചു. എന്താ റിപ്പയർ ചെയ്യണത്. എന്തായാലും ലൂട്ടൊക്കെ ഉണ്ടെന്ന് കൂട്ടെ ഗൈസ്. അവിടെ ഇതിൽ ചെസ്റ്റ് ഫുട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെസ്റ്റ് ഉണ്ടാവുക ഗൈസ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും തപ്പണത്. ഓക്കെ, ഇപ്പോൾ കേവ് ഇങ്ങനെ അധികം ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ വേറൊരു വേൾഡും കൂടി വേണമെങ്കിൽ തുടങ്ങാൻ ഞാൻ. ഇതിവിടെ കണ്ടുപോയി പിഗൊക്കെ ഉണ്ട്, പന്നിയൊക്കെ ഉണ്ട്. പന്നിയും പിന്നെ കുതിരയൊക്കെ.
ഹെൽത്ത് ഇത്തിരിയല്ലേ ഫുള്ളാണുള്ളൂ. എങ്ങനെ കുതിരേനെ പിടിക്കണിവൻ? എനിക്കറിയില്ല കേട്ടോ ഗൈസ് കുതിരേനെ എങ്ങനെ പിടിക്കണേ. ഒരു പൂച്ചയൊക്കെ ഉണ്ട് ഗൈസ്. ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിഗിൻ്റെ കുഞ്ഞ്. അയ്യോ തുറന്നുവിടല്ലേ, ജസ്റ്റ് സിപ്പ് പോയാണ്. ഇതൊരു കുഞ്ഞ് വീടുണ്ട് ഗൈസ്. ഞാൻ പിന്നെ മിക്ക സാധനം ഈ വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് എടുത്തേക്കണം. പിന്നെ അത് ഈ ബബിള് കണ്ടോ ഗൈസ്, ഇവിടെ ബബിള് ഫുള്ള് കഴിഞ്ഞാൽ നമ്മൾ ചാവും കേട്ടോ. ഇവിടെ എന്താ സ്റ്റിക്ക് കിട്ടിയ ഗൈസ്, ഞാൻ നേരത്തെ എടുത്ത് കളഞ്ഞിട്ട്. ഓ ഗൈസ് ഇവിടെ ഇതുണ്ട്, കോളുണ്ട്. വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഗൈസ് ഈ കോൾ എടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ് കേട്ടോ. നല്ല എടുക്കാനായിട്ട്. തൽക്കാലം ബാമ്പ് കൊടുക്കാം. ബാമ്പ് ഞാൻ എടുത്തിട്ടില്ല, എടുത്തെടുത്ത്. ഓക്കെ പിന്നെ എന്താ ഇതിൻ്റെ മേളിലോട്ട് എങ്ങനെയെങ്കിലും കയറണം ഗൈസ്. ഇന്ത്യയിലുള്ള സാധനം വെച്ചാണ് ഗൈസിൽ ഇതാക്കാം. പിന്നെ നമുക്ക് ഒരു ദിവസം ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോകാം. അയ്യോ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഗൈസ്. അവിടെ നിന്ന് വരാം. ഇവിടെ നിന്ന് പൊട്ടിച്ചു പോകാം. നമുക്ക് കോളെടുക്കാൻ പിന്നെ ഉള്ളത് ഗൈസ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ പിന്നെ ഈ മറ്റേ പാർട്ടി ക്രാഫ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ആ ഗെയിം ഇട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൈൻ ക്രാഫ്റ്റ് എൻ്റെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടി ക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആ പാർട്ടി ക്രാഫ്റ്റ് നല്ല സപ്പോർട്ട് തന്നിട്ട് നിങ്ങളിപ്പോൾ, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ആ ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അവിടെ എനിക്ക് കോളുള്ളത് കോട്ടെ. ഇതിൻ്റെ അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ കോളുള്ള കാലം കിട്ടി. നമ്മളങ്ങനെ താഴത്തോട്ട് വന്ന് നാട്ടിൽ നേരെ എൻ്റെ മുകളിലോട്ട് മുങ്ങി പോകുന്നുള്ളൂ. നമ്മൾ വില്ലേജെന്ന് പറയുന്നത് അവിടെയാണ് ഗൈസ്. എയർപോർട്ടിലൊക്കെ കണ്ടോ. പിന്നെ ഞാൻ അയൺ 2 എന്തോ കിട്ടിയുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ അയൺ കൊണ്ട് ഇപ്പോൾ ഇതാക്കിയ ഈ ഷീൽഡ് സോംബീസൊക്കെ വന്നാണെങ്കിൽ ഇത്തിരി പണിയാവും. ഈ ഷീൽഡ് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, അപ്പം സിമ്പിൾ, അപ്പം അങ്ങനെ ആക്കാൻ പറ്റും ഗൈസ്. നമ്മുടെ അയോൺ പിക്കാക്സിൻ്റെ പണി തീരാറായി ഗൈസ്. ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ അയോൺ കണ്ടുപിടിക്കാൻ പോകുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. വഴി ചെല്ലണ്ട, അല്ലെങ്കിൽ അതിൻ്റെ അകത്തോട്ട് പോകും ഗൈസ്. അതാണ് തിരികെ റിസ്ക്. പിന്നെ ഞാൻ 2 ജസ്റ്റ് ഒരുമിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് കൂട്ടി. പിന്നെ എൻ്റെ മേളിൽ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ചെസ്റ്റിൻ്റെ സ്ഥലം തീരണാണെങ്കിലെന്ന് ഓർത്താവുന്നു. അയ്യോ
ഇതൊക്കെ ഇവിടെ വെക്കാം നമുക്കിപ്പോൾ. ഇനി 2 കൂടി വെക്കാനുള്ള സ്ഥലം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കോപ്പർ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റും. ഒരു കോപ്പർ ആർമറൊന്നും തോന്നില്ല ഗൈസ്. ഇതൊക്കെ കോപ്പർ എന്തെന്നായിരുന്നതിൻ്റെ പേര് ഗൈസ്? കോപ്പർ ആർമർ അങ്ങനെ തോന്നില്ല ഗൈസ്. കോപ്പറാണിത്. കോപ്പർ ഇതിന് ഫാർമസിലിട്ട് വല്ലതും ചെയ്യാൻ പറ്റും. കോപ്പർ ഇങ്ങോട്ട് ഉണ്ടാക്കണം. ഓക്കെ, കോപ്പർ ഇങ്ങോട്ട് ഉണ്ടാക്കണം നമുക്ക്. കോപ്പർ ഇങ്ങോട്ട് ഇപ്പോൾ വുഡ് ഉണ്ടോ നോക്കട്ടെ. വുഡില്ല ഗൈസ് അധികം. അതുകൊണ്ട് ഉണ്ടാക്കാം. കോപ്പർ ഇങ്ങോട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഗൈസ്. ഓക്കെ, കോപ്പർ ഇങ്ങോട്ടായി വന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ എവിടെ പോയാലും ലൈഫ് ഓറയിലാണ് ഗൈസ്. നെതർ പോർട്ടലൊക്കെ ഇത്തിരി പണിയാണ് ഗൈസ് ആക്കാൻ. നമുക്കിപ്പോൾ ഒരു മൈനിങ് ഏരിയ വെക്കണം. അതാണ് മൈനിങ് ഏരിയ ആണ് വെക്കേണ്ടത് ആദ്യം. അവിടെ ഉണ്ട് ഗൈസ് വുഡ്. വുഡ് പോയി എടുത്തിട്ട് പോയാൽ വുഡ് ഇത്തിരി വേണ്ടതാണ്. ഈ വില്ലേജിലാണെങ്കിൽ പിന്നെ വുഡില്ല. എനിക്കാണെങ്കിൽ ക്രിയേറ്റീവ് ആക്കിയിട്ട് വുഡ് എടുക്കാം. അങ്ങനെ ചെയ്യണില്ല. രാത്രിയാണല്ലോ. സോഡൊക്കെ വെച്ചിട്ടുണ്ട്. മരം മുറിക്കണം. ഇതിൻ്റെ വെടി ഇപ്പോൾ തീർന്നു. ഓക്കെ, അതിൻ്റെ വെടി തീർന്നു. കുറേ പുതിയത് ഉണ്ടാക്കാം. ഇതിൻ്റെ വെടി ഇപ്പോൾ തീരും ഗൈസ്. മിക്കവാറും എൻ്റെ വെടിയും തീരും. ഇപ്പം രാത്രിയാവാറ്. ഇതിപ്പോൾ ഞാനിതാക്കി. ഓക്കെ, രാത്രി ആവാറായി. ഹെൽത്ത് വേണമെങ്കിൽ ഫുള്ളാക്കി വെക്കാം ഗൈസ്. അയ്യോ കുഞ്ഞിക്കുരി പോന്നു ഗൈസ്. അയ്യോ സോംബിയുടെ കുഞ്ഞിക്കുരി പോന്നു. അയ്യോ ഇവിടെ അടുത്ത സാധനം. ഇവിടെ ഒരു വില്ലേജറുണ്ട്. വീടാണെന്ന് തോന്നണത്. ആ വീട്ടിൽ കയറി കിടക്കാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഈ റീസ്പോൺ പോയിന്റ് വരെ വരുമെന്നാണ് തോന്നുന്നു. വേഗം പോയിട്ട് ആ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം. ടോബസ് ഇത്തിരി സീനാണ് കേട്ടോ ഗൈസ്. ഇത് പന്നി തന്നെയാണ്. വേറെ കളറാണ് ഇനി. ഓക്കെ, മരം വെട്ടി തീർന്നുണ്ട്. ഈ പീസും കൂടി ഉള്ളു ഗൈസിന്. ഇത് അവിടെ ഒരു പീസ് ഉണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്താണ് ഈ മരം ഗൈസല്ലേ. ഓക്കെ ഗൈസ്, ഈ മരത്തിൻ്റെ ഇത് കിട്ടണല്ലോ. അത് നമുക്ക് നമ്മുടെ വില്ലേജിൽ കൊണ്ട് നട്ടു നോക്കാം. അപ്പോൾ നമുക്ക് മരം ഈസി ആയിട്ട് കിട്ടും. ഇവിടെ ഒരു മരം കൊണ്ട് ഗൈസ് വേണ്ട. ഇപ്പം തൽക്കാലം ഇപ്പം ഇത്ര മതി നമുക്കിപ്പോൾ.
ഇത്രയും ഇപ്പോൾ ആ വുഡ് ആക്കിയിട്ടുണ്ട് നന്നായിട്ട്. ഓർക്ക് വുഡ്. ആ ഓർക്ക് വുഡാണ് ഇതിൻ്റെ പേര്. വേറെ മരമാണ് കഴിച്ചത് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ വീട് അവിടെ ഉണ്ട്. നമുക്ക് ഫർണസിലൊക്കെ ഈ മരം ഇട്ട് വെക്കാം ഗൈസ്. എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാവും നമുക്ക്. ഫർണസിലും സ്മോക്കറിലൊക്കെ ഇട്ട് വെക്കാം നമുക്ക് മരം. ഓക്കെ, ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഇതേ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ സാധനങ്ങൾ. മരം ഫുള്ള് ഇട്ടാണ്. മരം ഫുള്ള് ഇട്ടി. ഇതേ ഗൈസ്, ഇനി നോക്കിയാൽ കണ്ടേ കോപ്പറിൻ്റെ സാധനങ്ങൾ. ഇതേ കോപ്പറിൻ്റെ ആക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി ഇപ്പം നമുക്ക് പുതിയതായിട്ട്. പിന്നെ നമുക്ക് കിട്ടിയ മരം ഉണ്ടല്ലോ ഗൈസ്, മരം നട്ട് വെക്കാം നമുക്ക്. ഓക്കെ, പശുവൊക്കെ വരാനുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ഇത് കോപ്പറിൻ്റെ സ്പീക്കറാണ് ഗൈസ്. ഇത് നമുക്ക് മറ്റേ ചെസ്റ്റ് പറഞ്ഞപ്പോൾ കിട്ടിയതാണ്. പല സ്ഥലത്തായിട്ട്. ഇവരെന്തിനാ എൻ്റെ അകത്തോട്ട് കയറി വില്ലേജർ കുടിയും കിടക്കട്ടെ. നിങ്ങൾ പറയുകയാണെങ്കിൽ നോക്കാൻ രക്ഷിക്കാം. ഇവിടെയൊക്കെ ആയിട്ട് നട്ടൊക്കെ കളി നമുക്ക്. ഇവിടെയൊക്കെ മരമുണ്ട്. ഇതിൻ്റെ മേലുള്ള ഒരു മരം നട്ടുക. ഇവിടെ ഉണ്ട്, ഇവിടെ വെക്കാം. ഓക്കെ, ഈ മരം ഇത്തിരി ചെയ്യുമ്പോൾ തന്നെ വലുതായി വരും. ക്യാരറ്റൊക്കെ ഉണ്ട് പൈസ ഇവിടെ. ഓക്കെ, കാണേണ്ടതാണ്. ഗൈസ്, ഇതിനൊക്കെ ഞാൻ സ്പെഷ്യൽ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ചെസ്റ്റിലൊക്കെ ഇതൊക്കെ ഈ ചെസ്റ്റ് വില്ലേജസ് എടുക്കില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊക്കെ ചെസ്റ്റ് ഒക്കെ ഇവിടെയൊക്കെ. അയ്യോണം വെക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരും എടുക്കില്ലെന്ന് തോന്നുന്നു കേസ്. ഇതിപ്പോൾ എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെന്താ സാധനം? കോപ്പറിൻ്റെ അല്ലേ കേസ്? ഓക്കെ, കോപ്പറിൻ്റെ ഡയമണ്ടാണ് കേസ്. ഇതൊക്കെ റെയറാണ്. ഇത്തിരി റെയറാണെന്നാണ് തോന്നുന്നത്. എല്ലാം ഇവിടെ വെക്കട്ടെ. ഓക്കെ, കോള് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് വെക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇതെന്താ ആരോണല്ലേ? അയാണെൻ്റെ ആണ് നോക്കിയതാണ്. ലാംസ്റ്റോൺ. ചാർക്കോളാണ്. ചാർക്കോളും കോളൊക്കെ വേണമെങ്കിൽ അതിൽ വെക്കാം. വേണ്ട, ഇതിൽ തന്നെ വെക്കാം ഗൈസ്. വേറെ ഒന്നുമില്ല ഇപ്പം. നമുക്ക് ഫുഡിനായിട്ടൊരു ചെസ്റ്റ് വെക്കണം ഗൈസ്. ഇപ്പം തന്നെ ആവും ഗൈസ് ഫ്യൂലായിട്ട്.
നമുക്കപ്പോഴത്തേക്ക് അടുത്ത മരം വെട്ടാവേണമെങ്കിൽ ഇതാണ് സ്മോക്കറിലിരിക്കട്ടെ. ഓക്കെ, ഞാൻ അടുത്ത മരം വെട്ടിയിട്ട് വരട്ടെ. ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ലെങ്ത്ത് കുറേയിട്ടുണ്ട് ഗൈസ്. കുറേ ലെങ്ത്തായിപ്പോൾ ഈ വീഡിയോക്ക്. ഇപ്പോൾ ആ സൈഡിലൊക്കെ ഇല്ലേ മരമുള്ളത്. ഓക്കെ, വില്ലേജർ വന്ന് പോയാ? ഇല്ല, അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ വടി ഉണ്ടെങ്കിൽ മറ്റേ ഒന്നും കൂടി പിക്കാക്സും സോഡൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഒരു വുഡുണ്ട്. ഓ, ഇവിടെ നിന്നും കിട്ടിയ മരം. ഓ, കോപ്പർ. ഈ സോഡിൻ്റെ പണി ഇപ്പം തന്നെ തീരട്ടെ. സോഡല്ല, ഈ പിക്കാക്സ്. വീണല്ലേ ഇവിടെ മരമാണ്. ഈ സോഡിൻ്റെ പണി തീരാറായി. ഓക്കെ, ഈ വെട്ടലും കൂടി ഉണ്ടാവുള്ളൂ. ഇല്ല, ഇനിയുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ തീർന്നു. ഇല്ല. എന്താണ് സിദ്ധിക്ക് പൊട്ടാത്ത്? അമ്മാതിരി പവർഫുള്ളാണിത്. എന്ത് പവർഫുള്ളാണ് കേസ് ഇത്. മൊത്ത പവറാണല്ലോ ഇനി. എന്നിട്ടും തീർന്നില്ല കേസ്. ഇത് നല്ല പവറാണല്ലോ ഇത്. തീരും. ഇത് ചിലപ്പോൾ തീരുമായിരിക്കും. തീർന്നില്ല. ഓക്കെ, ഇത് തീരുമായിരിക്കില്ലേ? എന്നിട്ടും തീർന്നില്ല. എന്താണ് കേസ്? തീരണേ ഇല്ല. നമുക്ക് വുഡ് സ്റ്റിക്ക് ഉണ്ടാക്കാം ഗൈസ്. വുഡ് സ്റ്റിക്ക് ഷിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഷിയേഴ്സ് അല്ല എൻ്റെ പേരെന്നേരം. ഇതുണ്ടാക്കാൻ എന്താ ഉണ്ടാക്കാം? നമുക്ക് തൽക്കാലം ഇതുണ്ടാക്കാം. ഇത് ഓക്കെ. 7 എണ്ണമൊക്കെ ഇത്. ഓക്കെ, ശരിയായി. അയ്യോ, രാത്രി പറയാം ഗൈസ്. രാത്രി പറയാം. അയ്യോ, സോംബി വന്നു. അയ്യോ, സോഡ് കൈ പിടിക്കാം. മറ്റേ സോംബി വെച്ചിട്ടാണ് കുന്തറിയാൻ ഗൈസ്. കുന്തറിയ സാധനം. ഇതിൽ വില്ലേജസ് വരില്ലേ വീട്ടിൽ? ഓക്കെ, കയറി. ഓക്കെ. അങ്ങനെ വീണ്ടും രാവിലെ. മറ്റേ ഇതിൽ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ കേട്ടോ വേഗം പോയി. അതൊന്നും ചാവുമ്പോൾ ഇവിടെ തന്നെ വരുള്ളൂ. അപ്പോൾ ആ വില്ലേജസ് എല്ലാം ലൂട്ടും പോയി എടുക്കും. ഓക്കെ, നമ്മുടെ ആ വില്ലേജിൻ്റെ അവിടെ ഒരു ഹേ ഉണ്ട്. ഹേ എന്നല്ല അതിൻ്റെ ഒരു രീതി വീറ്റ് കിട്ടുന്ന സാധനം. എൻ്റെ ഒരു ഹേ എന്നാണ് തോന്നുന്നു. ഇത് ഈ ഒരു മഞ്ഞ കളറിലെ സാധനം.
പൊളിക്കല്ലേ. ഓക്കെ, നമ്മ ഈ ചെടി എടുത്ത ചെടി നമുക്ക് ആവശ്യമില്ല. ചെടിയാണ് കളഞ്ഞു. അയ്യോ മഴയില്ല. ഇപ്രാവശ്യം മൈൻക്രാഫ്റ്റ് കളിച്ചാൽ ആദ്യത്തെ മഴയാണ്. ആ 45 കോപ്പറായി. ഇവിടെ ഇരിക്കട്ടെ ഇട്ട് ഗൈസ്. സോ ഞാൻ കുറേ നേരം മൈക്ക് ഓഫാക്കി വെച്ച് വീഡിയോ ഇങ്ങനെ ഓഫാക്കി വെക്കാൻ നോക്കിയത്, പക്ഷേ ആയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മൈൻക്രാഫ്റ്റ് വീണ്ടും ബാക്കാണ്, കംബാക്കാണ് മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 500 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ ബൈ ഗൈസ്. പിന്നെ ഈ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇനി വേണമെങ്കിൽ പറയുക, ഞാൻ ഇടാം. കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ വീഡിയോ ഇത്തിരി കൂടിപ്പോയി ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.